വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാം നമുക്ക്. അപ്പം അതിന് വേണ്ടുന്നത് ചിക്കൻ മെയിനായിട്ട് വേണം. പിന്നെ നമുക്ക് ആദ്യമായിട്ട് ഇത് എൻ്റെ കാര്യങ്ങളൊന്നും അരിഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാമായിരുന്നു. ഒന്നും അരിഞ്ഞിട്ടില്ല. ചിക്കൻ്റെ പരിപാടി ആവുമ്പോഴത്തേനും നമുക്കെല്ലാം അരിയാം. ഓക്കെ, നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കി. അടുപ്പി വെച്ചിട്ടുണ്ട്. നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ അല്ല, അല്ലാത്ത ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ. വെളിച്ചെണ്ണ ചൈനീസ് വിഭവമല്ലേ, അതുകൊണ്ട് നമുക്ക് ഒഴിക്കണ്ട. ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായ ഉടനെ നമുക്ക് ചിക്കൻ ഇടാം. ഓക്കെ, ഇത് ബാക്കിയുള്ള സാധാ ചിക്കൻ വെക്കുന്നതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻറ്റ് കുക്കിംഗ് ആണ് ചില്ലി ചിക്കൻ, എസ്പെഷ്യലി ചൈനീസ്. ഓക്കെ, അപ്പോൾ ഒന്ന് എളുപ്പം ഒന്ന് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ലൊരു വലിയ ചിക്കനാണിത്. ഇതാ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നതാ, ഇതിനകത്ത് സാധനങ്ങളെല്ലാം നമ്മളെടുത്ത് കളയും കേട്ടോ. ഇതാ കണ്ടല്ലേ, ഈ രീതിയിലാണ്. ഇത് സാധാരണ ചിലരൊക്കെ ബോൺലെസ് ചെയ്യുന്നത്, നമ്മൾ പിന്നെ അത് മാറ്റിയൊക്കെ വെക്കണ്ടേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാനൊരു 5 സവാള എടുക്കുന്നുണ്ട് കേട്ടോ. സവാള നീളത്തിലാണ് അരിയേണ്ടുന്നത്. നീളത്തിൽ ഒരുപാടങ്ങ് കനം കുറച്ച് കളയരുത് കേട്ടോ. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കാം. തീ കൂട്ടിയാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഇത് അടുപ്പിലിരുന്ന് റെഡി ആവുന്ന ടൈം കൊണ്ട് നമ്മൾക്ക് സവാള അരിയണം, ഇഞ്ചി വെളുത്തുള്ളി അരിയണം. ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് വെച്ചാൽ, ഇഞ്ചി വെളുത്തുള്ളി വേണം, നല്ലപോലെ വേണം. പിന്നെ സവാള ഞാനൊരു 5 എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നതെന്ന് വെച്ചാൽ പച്ചമുളക്. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ഇത്ര എടുക്കുന്നുണ്ട്, ഇത്രയും. ഓക്കെ, പച്ചമുളക് ഒരു 10 എടുക്കും. 2 3 ഭയങ്കര എരിയാണ് ഇതിന് കേട്ടോ. 3 4 6 8 മതി, എരി കുറവല്ലേ ഇവിടെ. ഓക്കെ, 8 എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇതാ ഇത്ര എടുത്തിട്ടുണ്ട്. ഒരു അല്ലിയത് ഫുള്ള്, ഒരു ഉണ്ട. പിന്നെ 5 സവാള എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ എല്ലാം ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ നമ്മുടെ സവാളയൊക്കെ അരിയുന്നത് കാണിച്ചു തരാം. ഓക്കെ, സവാള 5 എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു ചിക്കന് ഇച്ചിരിയും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ 2 ചിക്കൻ മേടിച്ചാൽ ഒരു ചിക്കൻ അങ്ങ് ജെയിംസിന് വേണ്ടിയിട്ട് എടുക്കാനാണ്. അതിൻ്റെ എല്ലെല്ലാം എടുത്ത് മാറ്റുക. നമ്മുടെ എലനും ജൂലിയൊക്കെ എല്ല് തിന്നുന്നതാണ്. ജെയിംസിന് ഇതുവരെ കൊടുക്കാൻ തുടങ്ങിയില്ല. ജെയിംസിന് ക്യാരറ്റും പിന്നെ ചിക്കൻ്റെ ഈ മാംസമില്ലേ, അത് മാത്രം. എല്ല് കൊടുക്കറിഞ്ഞ ഇവിടൊക്കെ ആവട്ടെ, അവൻ കുഞ്ഞല്ലേ. പിന്നെ അപ്പം പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ, ഞാൻ ഇതൊന്ന് തൊലിച്ചിട്ടെല്ലാം കാണിക്കേ, ഒന്നും കൂടെ നോക്കാം. ഇത് ഈ എണ്ണയിൽ ഈ ഇപ്പം ഇതിനകത്ത് ചേർക്കുന്നെങ്കിലും ഈ ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങുമല്ലേ,
അത് ഞാനൊരു സാധാരണ ചില്ലി ചിക്കനേക്കാളും ഒരു സ്വല്പം വലിയ പീസസാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ, ഇതിനകത്തുനിന്ന് വരുന്ന വെള്ളമില്ലേ, വെള്ളമെല്ലാം അങ്ങ് വറ്റിയ എണ്ണ മാത്രം തെളിയണം, ആ പരുവാകണം. ഓക്കെ, നമുക്കൊന്നുകൂടെ നോക്കാം. ആവാനുണ്ട്. ഈ വെള്ളം എല്ലാം വറ്റിയ എണ്ണയ്ക്കകത്ത് മാത്രം ആവുള്ളൂ. ഓക്കെ, ആവട്ടെ. ഇതിനകത്ത് വെള്ളം നിൽപ്പുണ്ട്, ആ വെള്ളം എല്ലാം വയ്ക്കണം. ടൈമെടുക്കും കേട്ടോ. ഇത് കുറച്ച് ചൈനീസ് ആണെങ്കിലും ഇത്തിരി എരി കാണും, കാരണം പച്ചമുളക് ഇടുന്നുണ്ട് നമ്മൾ. പിന്നെ ഇടുന്നതെന്ന് വെച്ചാൽ പെപ്പറാണ്. എല്ലാം വറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇടുന്നത് ഈ സാധനങ്ങളാണ്. ആദ്യം ഇടുന്നത് സോസുകൾ. വെള്ളം വറ്റി എണ്ണ മാത്രം തെളിയണം. എണ്ണ തെളിയും. ഇതിനകത്ത് അധികമൊന്നും ഇതിൻ്റെ കൊഴുപ്പൊന്നും ഇല്ലാത്ത ചിക്കനായത്. അധികമൊന്നും ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ എണ്ണയുടെ കൂടെ അങ്ങ് ആയിക്കോളും. മനസ്സിലായോ? അപ്പം ഞാൻ ഇത് ചുരുങ്ങി ആവുന്നുണ്ട്. കുറച്ച് ഒരു ഇച്ചിരി വലിയ പീസുകളായിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഒത്തിരി അങ്ങ് ചെറുതല്ല. യഥാർത്ഥത്തിൽ ചില്ലി ഇതുണ്ടാക്കുമ്പോഴേ, ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇത്തരം കഷ്ണങ്ങളാണ് വേണ്ടത്. പക്ഷെ ഇപ്പം നമ്മൾ ഒരല്പം വലിയ പീസുകളാക്കി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് എല്ല് പീസും ഉണ്ട് കേട്ടോ. അപ്പം ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. എന്നാലും ആവട്ടെ. ഇനി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സവാള ഇത്രയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചില്ലിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ചില്ലി ഒരു 10 എണ്ണം, ഒരു 8 എണ്ണം ഇതാണ്. ഓക്കെ, 8 എണ്ണം രണ്ടായിട്ട് കട്ട് ചെയ്തു കേട്ടോ. 8 or 6 ഇട്ടാലും മതി, കാരണം എരി അത്രയും കുറഞ്ഞിരുന്ന ഇവിടെ അത്രയും നല്ല. 6 എണ്ണം ഇടാം. പപ്പ അവിടെ റൂമിൽ മോളെ. നമുക്ക് ഉപ്പേ ഈ സോസുകളിനകത്തൊക്കെ ഇട്ടിട്ട് ഉപ്പുണ്ട്. ഉപ്പ് അതുകൊണ്ട് അത് ഇട്ട് കൊടുത്ത് എല്ലാം സെറ്റായി അവസാനം ഇട്ട് കൊടുക്കുക. അവസാനമല്ല, ഇച്ചിരി ഒരു ഹാഫ് പരുവം കഴിഞ്ഞതിന് ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി. കാരണം ഇതിൽ നിന്നൊക്കെ ഉപ്പുള്ള സാധനങ്ങളല്ലേ നമ്മൾ ചേർക്കുന്നത്. സോസുകൾ ആൾവേസ് ഉപ്പുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇപ്പതാ കണ്ടില്ലേ, ഇതാ കണ്ട എണ്ണമയം ഇച്ചിരിയും കൂടെ ഒന്നാവട്ടെ. ആയിട്ട് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. അങ്ങ് ചുരുങ്ങി ഇപ്പോൾ അതിൻ്റെ കറക്റ്റ് എണ്ണ ഫുൾ എണ്ണയായി. ഇത് കണ്ടോ? ഇപ്പം കണ്ടല്ലേ, ഇതിനകത്ത് കിടന്ന് മൂത്തൊരു പരുവായി ചിക്കൻ. അപ്പം ഇച്ചിരി കൂടെ ഒന്നാവട്ടെ, ലേശം ഒന്ന് ആവട്ടെ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സോസുകൾ. ഈ സോസുകൾ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്. സോസ് ഞാനൊരു കാര്യം ചില്ലി ഒരു 2 സ്പൂൺ ചേർക്കാം. ചില്ലി നല്ല എരിയുള്ളതാണത്. മറ്റേതൊരു 5 സോയ ഒരു 5 സ്പൂൺ ചേർക്കാം. നോക്കട്ടെ. ഇപ്പം എണ്ണ മാത്രമാണിത് കേട്ടോ. പിന്നെ ഇതിനകത്ത് വല്ല കൊഴുപ്പ് കാണാൻ വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ ആവും. ഇത്രയും തീയിലിരിക്കുമ്പോൾ എന്തായാലും ഉരുകും കൊഴുപ്പ്. കാണത്തില്ല, കൊഴുപ്പില്ലാത്ത ചിക്കനായിരുന്നത്. അപ്പം കണ്ടല്ലേ, ചിക്കന് ചെറിയ കളറും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് ചിക്കൻ. ഈ ബ്രോയിലറിനധികം വേവില്ലല്ലോ. അപ്പം ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്, സോസുകൾ ചേർത്ത് കൊടുക്കാൻ പോവുക.
സോസ് ചേർത്ത് കൊടുക്കാം. വാ നോക്കിക്കോണേ. എല്ലാ ഭാഗത്തും വീഴത്തക്കെ. 1 2 3 4 5 സ്പൂണാണ് സോയ ചേർക്കുന്നത്. നമുക്ക് ചില്ലി ചേർക്കാം. ചില്ലി ഒരു 2 സ്പൂൺ ചേർത്താൽ മതി. കാരണം എല്ലാം കൂടെ എരി കൊച്ചിന് പ്രശ്നമാവും. ഇതേ സ്പൂൺ വെച്ച് തന്നെയാണ് നമ്മൾ ചില്ലി ചേർക്കുന്നത്. കണ്ടോ? 1 2 മതി. ഞാനിതിന് ടൊമാറ്റോ കൂടെ ചേർക്കും. ചിലർ ചേർക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചേർക്കും. അപ്പോൾ എന്താണെന്നറിയാം, ആ എരി ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് 2 2.5 ചേർക്കാം. ഓക്കെ, അപ്പം അതും കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം മാറ്റി വെക്കാം നമുക്ക്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാൻ പോകണേ. നല്ല എല്ലാത്തിലും മിക്സ് ആവണം. ഈ കളറാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കണ്ട. കാരണം ഇനി ഇതിനകത്ത് സവാളയൊക്കെ വരുമ്പോൾ അതങ്ങ് മാറും. ഓക്കെ, ഇനി നമ്മൾ ഇതൊന്നാവട്ടെ. ഇതിനകത്തൊന്ന് ഇരിക്കട്ടെ, പിടിക്കട്ടെ ഇതിനകത്തൊക്കെ. ഓക്കെ, ഇനി ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കും. കണ്ട, ഇതൊന്ന് വെള്ളണം കേട്ടോ. ഇഞ്ചി ഇച്ചിരി ഒന്ന് പച്ചമണം മാറണം. ഇനി ഞാൻ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണേ. കണ്ട, ഞാൻ കുറച്ചേ ചേർത്തോളേ. ഇതിനകത്തൊരു 10-12 ചേർക്കാം, എരി കൂട്ടുന്നവരാണെങ്കിൽ കേട്ടോ. ഇതിനെപ്പോഴും തീ കൂട്ടിയാണ് ഈ സമയത്തൊക്കെ വെച്ച് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ഇളക്കണം. ഇളക്കുന്നതിലിരിക്കുക കാര്യം. ഇനി ഞാൻ ചേർക്കുന്നത് നമ്മുടെ സവാള. ഒത്തിരി എങ്ങോട്ടാണ്ടതാകണ്ട. ഇതിൻ്റെ ഇങ്ങനെ അരിഞ്ഞേക്കുന്നത്, ഇങ്ങനെ അരിഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടല്ലേ, നല്ല ഇളക്കണം. ഇപ്പോൾ ഇതുണ്ടല്ലേ, കണ്ടതാ സവാള അരിഞ്ഞ എങ്ങനെയായിരുന്നു. അതിൽ എല്ലാം ഒറ്റയായി. നമ്മളിതിനകത്ത് ചേർക്കും, എനിക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചേർക്കും. പെപ്പറും കൂടെ ചേർക്കും.
കേട്ടോ. ഇച്ചിരിയൊന്ന് ഇരിക്കട്ടെ. അപ്പം നമുക്ക് ഇച്ചിരി ഒന്ന് അടച്ച് വെച്ച് ഇനി ഇത് കണ്ടില്ലേ, ഒരു 5 മിനിറ്റോളം ആയി കാണും, 5-6 മിനിറ്റ് ആയി എന്തായാലും. അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ചെയ്യേണ്ടുന്നത് കുറച്ച്, ഇതിപ്പോൾ ഇത് നമ്മുടെ എണ്ണ മാത്രമേ ഉള്ളത്. ആ ചിക്കനിലുള്ള വെള്ളമെല്ലാം നമ്മൾ വറ്റിച്ച് കളഞ്ഞു. ഇനി ഇത്തിരി വെള്ളം കണ്ടല്ലേ, ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ഒന്ന് വേകാൻ അനുവദിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇതൊക്കെ സോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന്, ലേശം സോസിൻ്റെയൊക്കെ ഉപ്പ് കഴിച്ചിട്ട് വേണം ഇതുണ്ടെന്ന്, ലേശത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വേവട്ടെ കേട്ടോ. വെന്തിട്ട് നമുക്ക് വേറൊരു സാധനം ചേർക്കാനുണ്ട്. ഓക്കെ, വേറൊന്നുമല്ല, പെപ്പർ. ഓക്കെ, അടച്ചു വെച്ച് ഇരിക്കട്ടെ. നമുക്ക് അടച്ചു വെച്ച് വേവി. ഓക്കെ, അപ്പോൾ നമുക്ക് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചപ്പാത്തി. അപ്പോൾ കണ്ടല്ലോ, ഇതേ കണക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണ്. ചൈനീസ് വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പം നിങ്ങളുണ്ടാക്കി നോക്കുക, വളരെ ഈസി അല്ലേ ഇത്. അപ്പം ബൈ. ഇതേ കണക്ക് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ.